أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وللمطلقات متاع بالمعروف حقا على المتقين كذلك يبين الله لكم آياته لعلكم تعقلون. ألم تر إلى الذين خرجوا من ديارهم وهم ألوف حذر الموت فقال لهم الله موتوا ثم أحياهم إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സൂറത്തുൽ ബഖറയിലെ 242 മുതൽ 244 വരെയുള്ള വചനങ്ങളാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്. അർത്ഥം: വിവാഹമോചിതരായ സ്ത്രീകൾക്കും ന്യായാനുസരണം ജീവനാംശം നൽകേണ്ടതാണ്. ഇക്കാര്യം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നാം ഒരു ബാധ്യതയാക്കിയിരിക്കുന്നു. ഇപ്രകാരം അള്ളാഹു അവൻ്റെ കൽപ്പനകളെ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു, നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കുന്നതിന് വേണ്ടി. തങ്ങൾ അനേകായിരം പേർ ഉണ്ടായിരിക്കെ തന്നെ മരണഭയം മൂലം തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറപ്പെട്ടു പോയവരെ പറ്റി നീ അറിഞ്ഞിട്ടില്ലേ? അപ്പോൾ അള്ളാഹു, നിങ്ങൾ മരിക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അവരെ ജീവിപ്പിച്ചു. നിശ്ചയമായും അള്ളാഹു മനുഷ്യരോട് വളരെ ഔദാര്യമുള്ളവനാണ്. എന്നാൽ ജനങ്ങളിൽ അധികം പേരും നന്ദി കാണിക്കുന്നില്ല. ഖലീഫത്ത് മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി: തലാഖ് അഥവാ വിവാഹമോചനത്തിൻ്റെ വിഷയത്തിൽ ഒരിക്കൽ കൂടി വിവാഹമോചിതരായ സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറേണ്ടതിനെക്കുറിച്ച് ഉണർത്തിയിരിക്കുകയാണ്. കാരണം സാധാരണ അവരെ പലരും നീരസത്തോടെയാണ് കാണാറ്. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നു, അവരോട് നല്ല രീതിയിൽ പെരുമാറേണ്ടതാണ്. അവരുടെ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞും അവർക്ക് വീട്ടിൽ തങ്ങേണ്ട സാഹചര്യമുണ്ട് എങ്കിൽ അവരെ അതിന് അനുവദിക്കേണ്ടതാണ്. അവർക്കും ന്യായമായ രീതിയിൽ ഉപകാരം ചെയ്യേണ്ടതാണ്. അപ്രകാരം ചെയ്യുക എന്നത് മുത്തഖീങ്ങളുടെ കടമയാണ് എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ പുറത്താക്കാൻ ശ്രമിക്കരുത്. മറിച്ച് സാധനങ്ങളെല്ലാം എടുത്ത് പോകാനുള്ള സാവകാശം അവർക്ക് നൽകേണ്ടതാണ്. അള്ളാഹു മുത്തല്ലഖ അഥവാ വിവാഹമോചിതരായ സ്ത്രീകൾക്ക് മഹർ നൽകുന്നതിന് ഉപരിയായി അവരോട് മാന്യമായി പെരുമാറണമെന്നും, അതായത് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ മുസ്ലിങ്ങളിൽ പലരും മഹർ അഥവാ വിവാഹമൂല്യം നൽകാൻ തന്നെ തയ്യാറാകാറില്ല എന്നതാണ് ആശ്ചര്യജനകമായ കാര്യം. ഈ കൽപ്പനയനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒരുവിധം ഇല്ലാതാവുകയും നിർബന്ധിത സാഹചര്യത്തിൽ മാത്രം അനുവദനീയമായ തലാഖിന് സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ്. തുടർന്ന് അടുത്ത ആയത്തിൽ മറ്റൊരു വിഷയം, അതായത് ബനി ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രതിപാദിക്കുന്നത്. അതിൽ പറയുന്നത്, തങ്ങൾ അനേകായിരം പേർ ഉണ്ടായിരിക്കെ തന്നെ മരണഭയം മൂലം തങ്ങളുടെ വീടുകളിൽ നിന്നും പുറപ്പെട്ടു പോയവരെ പറ്റി നീ അറിഞ്ഞിട്ടില്ലേ? അപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു, അഥവാ നിങ്ങൾ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഒരേ ഒരു പരിഹാരം എന്നത് നിങ്ങൾ സ്വയം മരണം വരിക്കുക എന്നതാണ്. പിന്നീട് ആ മരണത്തിന് ശേഷം അള്ളാഹു അവരെ ജീവിപ്പിച്ചു. മരണഭയം മൂലം തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറപ്പെടുകയും പിന്നീട് അള്ളാഹു അവരോട് മരണം വരിക്കാൻ പറയുകയും പിന്നെ അവരെ ജീവിപ്പിക്കുകയും ചെയ്ത ഈ കൂട്ടർ ആരാണ്? ഇത് പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത് അത് ബനി ഇസ്രായേൽ ആയിരുന്നുവെന്നാണ്. കാരണം ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ബനി ഇസ്രായേൽ സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി കാണാം. ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് മരണഭയം അവരിൽ ഉണ്ടായിരുന്നുവെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ നാം പരിശോധിക്കുമ്പോൾ സൂറത്തുൽ ബഖറയിലെ 50-ാം വചനത്തിൽ ബനി ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത്, നിങ്ങളുടെ പുരുഷ സന്താനങ്ങളെ അറുകൊല ചെയ്തുകൊണ്ടും നിങ്ങളുടെ സ്ത്രീകളെ ജീവിക്കുവാൻ വിട്ടുകൊണ്ടും നിങ്ങൾക്ക് നിഷ്ഠൂരമായ പീഡനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരുന്ന ഫിർഔന്റെ കൂട്ടരിൽ നിന്ന് നാം നിങ്ങളെ രക്ഷിച്ച സന്ദർഭം സ്മരിക്കുക എന്ന്. അതുപോലെ രണ്ടാമത് പറയുന്നത് വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെടുന്നതിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് ബനി ഇസ്രായേലിയരെ കുറിച്ച് തന്നെ സൂറത്തുൽ ഷൂറായിൽ 53-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു, നാം മൂസാക്ക് ദിവ്യ സന്ദേശം നൽകി, എൻ്റെ ദാസന്മാരെയും കൊണ്ട് രാത്രി സമയത്ത് നാട് വിട്ടു പോയിക്കൊള്ളുക.
മൂന്നാമതായി പറയുന്നത് വഹും ഉലുഫുൻ, അവർ ആയിരക്കണക്കിന് പേർ ഉണ്ടായിരുന്നുവെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബൈബിളിൽ പറയുന്നത് ബനി ഇസ്രായേലിയർ മിസ്ർ അഥവാ ഈജിപ്തിൽ വന്നപ്പോൾ 70 പേർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ്. എന്നാൽ തൗറാത്തിൽ 215 വർഷങ്ങൾക്ക് ശേഷം അവർ 25 ലക്ഷം പേരായി എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു സമർത്ഥിക്കുന്നത് അവർ 25 ലക്ഷം പേർ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ് എന്നാണ്. മറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നതാണ് യുക്തിപരമായി ശരി. അതുകൊണ്ട് ഇവിടെ വഹും ഉലുഫുൻ എന്ന് പറഞ്ഞിരിക്കുന്നതും ബനി ഇസ്രായേലിയരെ കുറിച്ച് തന്നെയാണ്. നാലാമതായി അതിൽ പറയുന്നത് അവരോട് മരിക്കാൻ പറഞ്ഞു എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് സൂറ മാഇദയിൽ അല്ലാഹു പറയുന്നു, തീർച്ചയായും ആ നാട് 40 വർഷക്കാലം അവർക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ അവർ അലഞ്ഞു തിരിയും. അതിനാൽ ധിക്കാരികളായ ജനങ്ങളെ സംബന്ധിച്ച് നീ ദുഃഖിക്കേണ്ടതില്ല. അഞ്ചാമതായി പറയുന്നത് മരണത്തിന് ശേഷം അവരെ ജീവിപ്പിച്ചുവെന്നാണ്. അതും അവരെക്കുറിച്ചാണ് എന്ന് സൂറത്തുൽ ബഖറയിലെ വചനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നു. പറയുന്നു, നിങ്ങൾ നോക്കി നിൽക്കെ ഒരു നാശകരമായ ശിക്ഷ നിങ്ങളെ പിടികൂടി. പിന്നീട് നിങ്ങൾ കൃതജ്ഞരായിരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മരണത്തിന് ശേഷം നാം നിങ്ങളെ എഴുന്നേൽപ്പിച്ചു. ഇത് പറയുന്നതിൻ്റെ അഭിപ്രായത്തിൽ വഹും ഉലുഫുൻ ഹദറൽ മൗത്ത് അഥവാ മരണഭയമുള്ള അവർ അനേകായിരം പേരുണ്ടായിരുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത് ബനി ഇസ്രായേലിയരെ കുറിച്ച് തന്നെയാണ്. കാരണം അവർ നിരന്തരം ഫിർഔന്റെ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരുന്ന ജനവിഭാഗമാണ്. അവർ തികച്ചും നാശത്തിൻ്റെ വക്കിലായിരുന്നു. അവരുടെ ആൺസന്താനങ്ങൾ കൊല ചെയ്യപ്പെട്ടിരുന്നു. അള്ളാഹു അവരെ ഈജിപ്തിൽ നിന്നും രക്ഷപ്പെടുത്തി. അവർക്ക് ഫലസ്തീൻ വാഗ്ദാനം ചെയ്തു. അത് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കാൻ അള്ളാഹു അവരോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന പറഞ്ഞപ്പോൾ ഇന്നാ ലൻ നദ്ഖുൽഹാ അബദൻ മാ ദാമു ഫീഹാ ഫസ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഉനാ ഖായിദുൻ എന്നാണ് അവർ പറഞ്ഞത്. അതായത് അവർ അതിൽ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അതിൽ പ്രവേശിക്കുകയില്ല. നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നവരായിരിക്കുമെന്നാണ് അവർ ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് മറുപടി നൽകിയത്. അതിൻ്റെ ഫലമായി അള്ളാഹു അവർക്ക് മരണം നൽകി. അതായത് നീണ്ട 40 വർഷക്കാലം അള്ളാഹുവിൻ്റെ നീരസത്തിന് അവർ ഇരയായി. പിന്നീട് അവരുടെ പുതുതലമുറ ത്യാഗങ്ങൾ വരിക്കാൻ തയ്യാറായപ്പോൾ അള്ളാഹു അവർക്ക് ജീവൻ നൽകി. അതായത് കൻആൻ ദേശത്തിൻ്റെ കവാടം അവർക്ക് വേണ്ടി തുറന്നു. അവർക്കവിടെ ഭരണവും നൽകി. അങ്ങനെ അള്ളാഹു അവരെ ജീവിപ്പിച്ചു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.